ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വലിയ വില കൊടുത്തിട്ട് നമ്മൾ ഒരുപാട് ഫേഷ്യൽ ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. വീട്ടിൽ തന്നെ നമുക്ക് ഫേഷ്യൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഈ ഒരു ഫേഷ്യലിന് വളരെ നല്ല ഗുണങ്ങളാണ് നമ്മുടെ സ്കിന്നിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. ഒറ്റ യൂസ് തന്നെ നല്ലൊരു നിറവും തിളക്കവും എല്ലാം കിട്ടുന്നത് നല്ലൊരു ഫേഷ്യലിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളത്, എങ്ങനെയാണ് ചെയ്യാന്നുള്ള ഓരോ സ്റ്റെപ്സും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ. ഈ തൈര് നമ്മൾ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ ഒരു കട്ട തൈര് എടുക്കുക. ഒരു ടേബിൾ സ്പൂണോളം കട്ട തൈര് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് നമ്മുടെ ഫേസിലേക്ക് 2 മിനിറ്റ് നല്ല രീതിയിൽ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ മുഖത്തുള്ള എല്ലാ അഴുക്കും നമുക്ക് അങ്ങനെ പോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ പറയുന്നത് പോലെ തന്നെ സ്റ്റെപ്സ് എല്ലാം ചെയ്യണം കേട്ടോ. ഒന്ന് വെറുതെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് അങ്ങ് കഴുകിക്കളഞ്ഞ് അങ്ങനെ ആക്കിയാൽ നമുക്ക് പറഞ്ഞ പോലത്തെ റിസൾട്ട് കിട്ടില്ല. നിങ്ങൾക്കറിയാലോ, ഫേഷ്യലെല്ലാം ചെയ്യാൻ ബ്യൂട്ടി പാർലറിൽ പോയാൽ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ ഇതുപോലെ 2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ചിട്ട് മുഖം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ മൂക്കിൻ്റെ ഭാഗവും ആ ഒരു താടീൻ്റെ ഭാഗം എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചളിയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞ് ഇനി ആ സെയിം തൈരിലേക്ക് തന്നെ 1 ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ്. സ്ക്രബിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ തുടച്ചെടുത്ത മുഖത്തേക്ക് 2 മിനിറ്റ് സ്ക്രബും ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂക്കിൻ്റെ സൈഡിലും ചിന്നിൻ്റെ ഭാഗത്തെല്ലാം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം കൂടുതൽ ആ ഒരു ഭാഗത്താണ് ഉണ്ടാകുക. അതെല്ലാം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ക്രബ് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ജസ്റ്റ് മുഖം ഒന്ന് ആവി പിടിച്ചിട്ട് സ്ക്രബ് ചെയ്തിട്ട് ഇതേപോലെ തുടച്ചാളിയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ആവി പിടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പൊള്ളിപ്പോവുകയും ചെയ്യരുത്. സ്ക്രബ് ചെയ്തിട്ട് തുടച്ചളഞ്ഞിട്ട് ഒന്നങ്ങ് കഴുകിക്കളയുക കേട്ടോ. ഇനി അടുത്ത നമ്മളെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ക്രീം തയ്യാറാക്കണം. ജസ്റ്റ് ഒരു മസാജിങ് ക്രീമിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ തൈരിലേക്ക് 1 ടീസ്പൂണോളം തേനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ തേനിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവേര ജെല്ലും യൂസ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും നമ്മുടെ ഫേസിലേക്ക് 2 മിനിറ്റ് മസാജ് ചെയ്യുക. അപ്പോൾ 2 മിനിറ്റ് ക്ലെൻസിങ്, 2 മിനിറ്റ് സ്ക്രബിങ്, 2 മിനിറ്റ് ഈ ഒരു മസാജിങ് ക്രീം ഇട്ടിട്ടൊന്ന് മസാജ് ചെയ്യുക. അപ്പോൾ ഇത് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുക്കുന്നേരം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ മസാജ് ചെയ്യുമ്പോൾ സർക്കുലർ മോഷനിൽ താടീൻ്റെ ഭാഗത്തുനിന്ന് മേലയിലേക്ക് വേണം മസാജ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിന്ന് തൂങ്ങിപ്പോവും കേട്ടോ. അപ്പോൾ അങ്ങനെ വെറുതെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ തൂങ്ങിപ്പോയ സ്കിന്നെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ടൈറ്റ് ആവാനും അത് സഹായിക്കും. അപ്പോൾ ഇതാ 2 മിനിറ്റ് ഞാൻ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതും ഒന്ന് നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂ കൊണ്ടോ ഒന്നങ്ങ് തുടച്ചളിയുക. ആകെ സ്ക്രബ് ചെയ്താൽ മാത്രമേ നമ്മളൊന്ന് കഴുകിക്കളയേണ്ട ആവശ്യമുള്ളൂ. അത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം ഉള്ളതുകൊണ്ട് ഒന്നങ്ങ് കഴുകിക്കളയുക. നല്ലോണം ഒന്ന് തുടച്ചതിന് ശേഷമാണ് കഴുകിക്കളയേണ്ടത്. ഇതെല്ലാം ഒന്ന് തുടച്ചളിഞ്ഞാൽ മാത്രം മതി. ഇനി അടുത്ത നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പം തന്നെ മുഖത്ത് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ടാവും. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കലാണ്. അപ്പോൾ നേരത്തെ എടുത്ത ആ ഒരു ഇതിലേക്ക് തന്നെ 1 ടീസ്പൂണോളം അരിപ്പൊടിയും 1/2 ടീസ്പൂണോളം കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കിപ്പൊടിച്ച മഞ്ഞൾപ്പൊടിയോ ഇട്ട് കൊടുക്കുക. അതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂണോളം കൂടി തൈരിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് ഫേസ് പാക്കാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞതുപോലെ ഈ കംപ്ലീറ്റ് സ്റ്റെപ്പ് ചെയ്ത് മുഖം ഒന്ന് കഴുകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും മുഖത്ത് എത്രത്തോളം നിറവും തിളക്കവും വന്നിട്ടുണ്ട് എന്നുള്ളത്. മുഖത്ത് ആ ഒരു കരിവാളിപ്പും എല്ലാം മാറി മുഖം നല്ലൊരു ഫ്രഷായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഈ ഒരു ഫേസ് പാക്കും കൂടി മുഖത്തേക്ക് 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് തന്നെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എല്ലാന്നാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റെങ്കിലും ഇത് നിങ്ങൾ ഫേസിൽ വെക്കണം കേട്ടോ. ഇത് നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും കഴുത്തിലും നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആയതിന് ശേഷം സാധാരണ വെള്ളത്തിൽ നിങ്ങൾക്ക് കഴുകിക്കളയുക. അപ്പോൾ കഴുകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സോപ്പും ഫേസ് വാഷൊന്നും ഉപയോഗിച്ചിട്ട് ഇത് കഴുകിക്കളയാൻ പാടില്ല. ഇത് സാധാരണ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി.
കഴുകുമ്പോൾ ചെറിയൊരു മസാജ് കൊടുത്തിട്ട് കഴുകി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് തന്നെ മുഖം ഒന്നങ്ങ് കഴുകിക്കളയുക. നല്ലോണം ഉരച്ചൊന്ന്, അതായത് സോഫ്റ്റായിട്ട് ഒന്ന് ഉരച്ച് കഴുകിക്കളയുക. ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എത്രത്തോളം നല്ല റിസൾട്ടാണ് മുഖത്ത് വന്നിരിക്കുന്നതെന്നത്. ഫേഷ്യൽ എന്താ കയ്യിൽ ചെയ്തത് എന്ന് ഇപ്പോൾ കുറേ കമൻറ്റ്സ് വരും. ഞാൻ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ കയ്യിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്